എന്തൊരു പരിപാടിക്കും നല്ല ഒരു ലീഡർ വേണം, എന്നാലേ ആ ഒരു പരിപാടി വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞത് ശരിയാണ് അല്ലെ. ഏതൊരു ഗ്രൂപ്പിലും വേണം പട നയിക്കാൻ കഴിയുന്ന നല്ലൊരു പോരാളി. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബോച്ച തന്നെയാണ്. ബോച്ച ഇറങ്ങിയപ്പോ ജനങ്ങളും വന്ന് കൂടെ കൂടി. ഓക്കെ, നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു അപകടത്തെ കുറിച്ചാണ്. റഹീമിന് വേണ്ടി 34 കോടി രൂപ മലയാളികൾ സമാഹരിച്ചതൊക്കെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ വിജയം ആഘോഷിക്കുന്ന തരത്തിലാണ് മലയാളികൾ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് മാറിക്കൊണ്ടാണ് ബോച്ചെ തന്റെ വീട്ടിലിരിക്കുക. ഈ ഒരു സമയത്ത് ഈ റഹീമിന്റെ നാട്ടുകാർ പോയി ബോച്ചയെ വിളിച്ചുകൊണ്ട് തന്റെ വാഹനത്തിൽ റോഡിൽ പര്യടനം നടത്തുന്നു, വിജയം ആഘോഷിക്കുന്നു. ഒരുപക്ഷെ ബോബി ചെമ്മണൂരിന് പോലും അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഹീമിനെ ഇപ്പോഴും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു പണം നമ്മൾ കണ്ടെത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു തുക കോടതിയിൽ എത്തണം, ആ ഒരു കുടുംബം അത് സ്വീകരിക്കണം. കോടതിയിലെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഏകദേശം 2 മാസം വേണ്ടി വരും. ഇങ്ങനെ ഒരു സംഭവം ബോച്ചയ്ക്ക് അറിഞ്ഞിരിക്കാം. അതുകൊണ്ടാകും ഒരുപക്ഷെ ഇപ്പോൾ തന്നെ വിജയം ആഘോഷിക്കാതെ ഇരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പണം കണ്ടെത്താൻ ഏറ്റവും ഉപകാരമായത് ആ ഒരു ആപ്പാണ്. അത് എല്ലാ വീഡിയോയിലും നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ആ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ഒരു പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിരിക്കും. അതാണ് ഡിജിറ്റൽ മണിയുടെ ഒരു പവറാണ് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് 24 ന്യൂസിൽ അതിന്റെ ഒരു കൃത്യമായ രൂപരേഖ പറഞ്ഞിട്ടുണ്ട്. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് കേൾക്കാം. മതിമറന്ന് നമ്മളിങ്ങനെ ഉല്ലസിക്കുമ്പോൾ, അത് ആഘോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ അപകടം കൂടി ഞാൻ പറഞ്ഞു തരാം. മോചനദ്രവ്യമായ 15 മില്യൺ റിയാൽ സമാഹരിച്ച വിവരം വാദിഭാഗം അഭിഭാഷകനെ എംബസി അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വാദിഭാഗവും പ്രതിഭാഗവും ചേർന്ന് അബ്ദുറഹിമിന് വധശിക്ഷ വിധിച്ച കോടതിയെ സമീപിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹിമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ അറിയിക്കും. മാപ്പ് നൽകുന്നതിനെതിരെ അപ്പീൽ നൽകാൻ കോടതി 1 മാസത്തെ സമയം അനുവദിക്കും. ഈ സമയപരിധി പൂർത്തിയായ ശേഷം വിചാരണ കോടതി മേൽക്കോടതിയെ കാര്യങ്ങൾ ധരിപ്പിക്കും. വധശിക്ഷ ഒഴിവാക്കാൻ മേൽക്കോടതി അനുമതി നൽകിയ ശേഷമാകും 15 മില്യൺ റിയാൽ മരിച്ച സൗദി ബാലന്റെ കുടുംബത്തിന് കൈമാറുക. ഇതോടെ റഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ജയിൽ മോചനാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാൻ 2 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും എന്നാണ് സൂചന. 2 മാസത്തോളം വേണ്ടി വരും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു കുടുംബത്തിനുള്ള ഈ ഒരു പണം ഉണ്ടല്ലോ, അത് സമാഹരിച്ചു, കോടതി മുഖാന്തരം അവർ സ്വീകരിച്ചതിന് ശേഷം മാപ്പ് നൽകാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അവർ പ്ലേറ്റ് തിരിച്ചാൽ എന്താ അവസ്ഥ? ആ പ്ലേറ്റ് തിരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? കേരളത്തിലുള്ള വീഡിയോസ് അത് ജനങ്ങളിലേക്ക് എത്താന്, പുറം രാജ്യങ്ങളിലേക്ക് എത്താനൊന്നും അധികം സമയം വേണ്ട. നമ്മളെ തുറച്ചു നോക്കുന്ന, ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്തെ തുറച്ചു നോക്കുന്ന, വീക്ഷിക്കുന്ന ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ ഒരു വിഷയം വൈറലാ, എവിടൊക്കെ എത്തിയെന്ന വിചാരം നിങ്ങൾ? 34 കോടി രൂപ ജനങ്ങൾ അതായത് 2 ദിവസം 3 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ അച്ചീവ് ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ അത് ശ്രദ്ധിക്കും. ആ ഒരു സമയത്ത് വിജയം ആഘോഷിക്കുന്നതും കാണും. ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ അറബികളെ കുറ്റം പറയുന്ന എന്തെങ്കിലും മലയാളത്തിൽ പറഞ്ഞാലും മതി, പ്രശ്നമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില അറബികളെ കുറിച്ചൊക്കെ വാദോരാതെ ചിലപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പറയുന്നുണ്ടാവും. ഇതൊക്കെ അവരിലേക്ക് എത്തിയാൽ തന്നെ മതി. ആ ഒരു രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ കോടതി പോലും ചിലപ്പോൾ ഇടപെടലുകൾ നടത്തുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വിജയം ആഘോഷിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. ബോച്ചെ പോലും വീട്ടിൽ അടങ്ങിയിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുള്ള ബോധം മനസ്സിലാക്കണം. പിന്നെ ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട, അല്ലെങ്കിൽ ആളുകളെ ഒരു വിഷമിപ്പിക്കണ്ട എന്ന് ധരിച്ചുകൊണ്ടാവും അദ്ദേഹം പോലും നിലത്തിറങ്ങി വന്നിട്ടുണ്ടാവുക. ആഘോഷിക്കാം, നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാം, പക്ഷെ അതിന് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. ആ ഉമ്മ ഇപ്പോഴും നോമ്പ് നോക്കുന്നുണ്ട്, പെരുന്നാൾ പോലും ആഘോഷിച്ചിട്ടില്ല. ആ ഒരു മകൻ വരുന്നത് വരെ ആ ഒരു നോമ്പ് തുടരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോ നമ്മളും അതേപോലെ തന്നെ ഒരു വ്രതം എന്നോണം അദ്ദേഹം വരുന്നവരെ സന്തോഷം അടക്കി വെക്കാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇപ്പൊ ആ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങിയില്ലേ? അതുവരെ കാണാത്ത മാധ്യമങ്ങൾ ഇപ്പൊ അവിടെ വന്ന് തുടങ്ങിയില്ലേ? അതുവരെ കാണാത്ത രാഷ്ട്രീയക്കാർ വന്നു തുടങ്ങിയില്ലേ? ഇനി ആ വീട്ടിലൊരു സമാധാനം ഇല്ലാതാവുകയാണ് ശരിക്കും ചെയ്യുന്നത്. ആ വീട്ടിലൊരു പ്രൈവസി ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ. ആ ഉമ്മക്ക് പ്രായമായതാ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തില്ല. അപ്പോ അവിടെ ചെന്നതിന് ശേഷം റഹീമിനെ കോൾ ചെയ്തിട്ട് കാണിക്കുന്ന ചാനലുകളൊക്കെ കാണുന്നുണ്ട്. ശരിക്കൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മനുഷ്യന് വേണ്ടി ജാതി, മതം, വർണ്ണം ഒക്കെ രാഷ്ട്രീയം എല്ലാം വെടിഞ്ഞുകൊണ്ട് മലയാളികൾ ഒന്നിച്ചു നിന്ന് ആ ഒരു പണം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊരു മാതൃകയാണ്. ഇനിയും വലിയ പ്രശ്നങ്ങളിലൊക്കെ പെടുന്ന ആളുകളെ, അതായത് കൊലപാതകം ആ ഒരു രീതിയിലല്ല, ഇനിയും കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ മലയാളികൾക്ക് കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയല്ലേ ഇത്? ബോച്ചയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു വിഷയത്തിനെ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ ആഘോഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളെ കുറിച്ചും കൂടി പറയാം. ശശികല എന്ന BJP നേതാവിന്റെ ഒരു വാക്ക് കേട്ടപ്പോൾ നെഞ്ച് കലങ്ങിപ്പോയി എന്നുള്ളതാ. കാരണം ഒരു തരത്തിലുള്ള വർഗീയതയും ഈ ഒരു വിഷയത്തിൽ ഇല്ല എന്നുള്ളതാ അല്ലെ. ആ ഒരു സമയത്ത് അവർ പറഞ്ഞ ഒരു പോസ്റ്ററാണ്, വല്ലാത്തൊരു നാട്, വല്ലാത്തൊരു നിയമം.
ഇതുവരെ ഇവിടെ ചികിത്സക്ക് പണം പിരിച്ചാൽ മതിയായിരുന്നു. വല്ലാത്തൊരു നാട്, ഭല്ലാത്തൊരു നാട്, ഭല്ലാത്തൊരു നിയമം. ആ ഭ എന്നുദ്ദേശിച്ചത് വർഗീയതയുടെ ഭായാണ്. മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, മുസ്ലിങ്ങളെ വേർതിരിച്ച് കാണുന്ന മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കളിയാക്കലുണ്ട്. ആ കളിയാക്കലിനൊക്കെ നമ്മൾ പണി കൊടുത്തു. 9 കോടി രൂപ, അതായത് 14 ജില്ലയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആ ഒരു പണം സമാഹരിക്കാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്നാണ്. അപ്പോ ഈ 34 കോടി രൂപ കൊടുത്തതിൽ ഞങ്ങളില്ല എന്ന് പറയുന്ന തരത്തിൽ സംഖ്യകൾ മാറുന്നു എന്നുള്ളത്. ഇതിലേക്ക് രാഷ്ട്രീയം വന്നു. അതെങ്ങനെയാണ്? മുസ്ലിം ആയതുകൊണ്ട് വേർതിരിവ് കാണിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഹിന്ദുവിൽ ജനിച്ച ഒരാളാണ്, എന്നാൽ ഞാനൊരു ഹിന്ദു അല്ല. ഞാനൊരു ഇന്ത്യൻ പൗരൻ മാത്രമാണ്. മനുഷ്യത്വം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ കൂടെ അതിൽ പണം കൊടുത്തിട്ടാണ് ഈ ഒരു മനുഷ്യനെ താഴോട്ട് കൊണ്ടുവരാൻ നോക്കുന്നത്, നമ്മുടെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ ഒരു സമയത്താണ് ശശികലയെ പോലെയുള്ള ഇവരൊക്കെ വലിയ നേതാക്കന്മാരാ. ഇപ്പൊ BJP-യുടെ ഒരു അജണ്ട എന്താണെന്ന് മനസ്സിലായത്. അതേപോലെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞതാണ്, മലയാളി പൊളിയല്ല, തല്ലിപ്പൊളിയാണ്. ഒരു കൊലയാളിക്ക് വേണ്ടി 34 കോടി രൂപ സമാഹരിക്കാൻ നടക്കുന്നു. എന്നിട്ട് ആ കൊലയാളിയെ കേരളത്തിൽ എത്തിക്കണമത്രേ. എല്ലാവരും ജാഗ്രത. ഇതാണ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു BJP നേതാവ്, അഡ്വക്കേറ്റ് ആണ് അതിൽ പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ മതം, അതിപ്പോ ഒരു ഹിന്ദു ആണ് ഈ ഒരു സംഭവത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ മലയാളികൾ ഒന്നിക്കും, മുസ്ലിം ആണെങ്കിലും ഒന്നിക്കും, ക്രിസ്ത്യൻ ആണെങ്കിലും ഒന്നിക്കും. മനുഷ്യനായാൽ മതി, അല്ലെ? ഒരു അബദ്ധം പറ്റിയിട്ട് ഒരാളുടെ ജീവിതം അങ്ങ് നശിച്ചു പോകാൻ നമ്മൾ ആരും തയ്യാറാവില്ല, അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ അതിൽ രാഷ്ട്രീയം കണ്ടെന്നുള്ള ഇവിടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താ ഞാൻ പറഞ്ഞുതരാം. ബോച്ച എന്നൊരു നിഷ്പക്ഷം വന്നിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് ഇടപെടൽ നടത്തിയപ്പോൾ രാഷ്ട്രീയം നോക്കിയില്ല. ആ ഒരു മനുഷ്യനെ സഹായിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഫണ്ട് കണ്ടെത്താൻ കഴിയുമോ? കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുന്ന 2 പാർട്ടികൾ ഉണ്ടാവും എപ്പോഴും. ആ ഒരു പാർട്ടിക്കാർ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കും. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ ഇനിയും ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വരരുത്. കാരണം മലയാളികളുടെ സ്നേഹം കിട്ടണമെങ്കിൽ ഇവിടെ നിഷ്പക്ഷരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണ്ടി വരും. ഓരോ പാർട്ടിക്കും ഉണ്ട് ചാരിറ്റികൾ, ഓരോ സംഘടനകൾക്കും ഉണ്ട് ചാരിറ്റി, അല്ലെ? അപ്പോൾ അവരിലേക്കൊക്കെ അത് ചുരുങ്ങി പോകരുത്. അതായത് ഇപ്പൊ ഹിന്ദുസിന്റെ വേണ്ടി ഹിന്ദുക്കൾ മാത്രം പണിയെടുക്കുന്നു, മുസ്ലിങ്ങളുണ്ട് മുസ്ലിങ്ങൾ മാത്രം പണിയെടുക്കുന്നു എന്നൊരവസ്ഥ വരുമ്പോൾ അതിലേക്ക് ആരും സഹായിക്കാത്ത എത്തില്ല എന്നുള്ളതാണ്. ഇവിടെ ബോച്ചെ വന്നപ്പോൾ എല്ലാവരും കണ്ടെത്തിച്ചു. അത് എന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയം ഇല്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പൊ രാഷ്ട്രീയം വരുന്നു, ഇപ്പൊ ആളുകൾ വരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇവിടെ ആഘോഷിക്കേണ്ട സമയമായിട്ടില്ല, ഇനിയും സമയമുണ്ട്. റഹീമിനെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇനിയും 2 മാസത്തിന്റെ അടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? കോടതിയിലേക്ക് എത്തി ഈ ഒരു ഫണ്ട് വാദിഭാഗത്തിന് കൊടുക്കണം നമ്മൾ. എന്നതിന് ശേഷം അത് സ്വീകരിച്ച് കോടതി ഫാമിലിക്ക് കൊടുത്ത് അവർ മാപ്പ് നൽകണം. ശരീഅത്ത് നിയമങ്ങളൊക്കെ അങ്ങനെയാ, അത് അവര് സ്വീകരിക്കണം. സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേയാണ് നമ്മുടെ പയ്യനെ ഇങ്ങോട്ട് നാട്ടിൽ കൊണ്ടുവരാനുള്ളൂ. അപ്പൊ അപ്പോഴത്തേനും കിടന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേനും കാല് നിർത്തരുത് പറഞ്ഞ പോലെയാണ്. അപ്പൊ ബോച്ചയൊക്കെ ബുദ്ധിപരമായിട്ട് മാറി വീട്ടിലിരുന്നത്. കാരണം ആ ഒരു സന്തോഷിക്കാനുള്ള സമയം ആയിട്ടില്ല, ഫണ്ട് കണ്ടെത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ വല്ല സ്ലോഗൻസ് എന്തെങ്കിലും പിടിച്ചിട്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ, സൗദി അറേബ്യനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞതാ. കാരണം നമ്മുടെ ഒരു ജീവൻ അത് വേറൊരു രാജ്യത്താണ് ഇരിക്കുന്നത്, അവർക്ക് വേറെ നിയമങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ സന്തോഷിക്കാൻ സമയമായിട്ടില്ല.